ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, കോഴിക്കോട് നരിക്കുനി പഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമൻ ഉല്ലാസ്. ഈ തീരദേശ മേഖലയായതിൽ തന്നെ കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് പഞ്ചായത്തിലുള്ളത്. നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഇതുവരെ നടത്തിയിട്ടുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്രത്തോളം തങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചു? ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് കടലും കായലിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. നിരവധി വികസന നേട്ടങ്ങൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കട്ടമരം, പിന്നെ ഞങ്ങളുടെ പുതിയ പദ്ധതി, നൂതന പദ്ധതിയായി ഞങ്ങൾ പുതിയൊരു പദ്ധതി കൂടി വെക്കുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് രക്ഷ നേടാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ്, അതുപോലെ തന്നെ ലൈഫ് ബോയ, പിന്നെ മഴ പെയ്യുന്ന സമയത്ത് അവർക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി റെയിൻകോട്ട് പോലെയുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നൂതന പദ്ധതിയായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുകയാണ്. ഒരു തദ്ദേശ സ്വയംഭരണം എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിക്കകത്ത് നിന്ന് മത്സ്യബന്ധന മേഖലയിലേക്ക് ഒരുപാട് ആശയങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഉന്നമനങ്ങളും ഏത് തരത്തിലൊക്കെയാണ് നിങ്ങൾ നിലവിൽ കൊണ്ടുവരുന്നത്? ഈ സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഇവരെ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ, തൊഴിൽ സംരംഭം തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തി വരുന്നത്. ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യമായിട്ട് ഒരു ഫെസിലിറ്റേറ്ററെയൊക്കെ നിയമിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ സ്ത്രീ പദവി പഠനം നടപ്പിലാക്കി. ആ സ്ത്രീ പദവി പഠനം പൂർത്തീകരിച്ചു. ആ സ്ത്രീ പദവി പഠനത്തിന് അനുസരിച്ചാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അവിടെ സ്ത്രീകൾ ഇന്ന് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുക, സ്ത്രീകൾക്കൊരു വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ, ഒരു ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ്, മറ്റ് അനുബന്ധ മേഖലകളിൽ കൃഷി പോലെയുള്ള മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കൃഷിക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യം എല്ലാം തന്നെ നൽകി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് ഉൾപ്പെടെയുള്ള കർഷക മേഖലയ്ക്ക് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നിലവിൽ നടത്തി വരുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം തന്നെ നെൽകൃഷിക്ക് അടക്കം വളരെ രീതിയിലുള്ള പ്രാധാന്യം നൽകി വരുന്നതായി കാണുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒരു തീരദേശ മേഖലയാണ്. പലരും തീരദേശ മേഖലകളിൽ കൃഷിക്ക് പ്രാധാന്യം കുറവാണ് എന്ന് കരുതുന്നു പലരുമുണ്ട്. പക്ഷേ ഞങ്ങൾ 10 ഹെക്ടറിൽ കരനെൽ കൃഷി നടപ്പിലാക്കിയ ഒരു തീരദേശ മേഖലയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഒരു പച്ചക്കറി തോട്ടമില്ലാത്ത ഒരു വീട് പോലും ഈ പഞ്ചായത്തിലില്ല. ഇത്രയേറെ വില വർദ്ധിച്ച് പച്ചക്കറികൾക്ക് കിടക്കുന്ന സമയത്ത് പോലും ഞങ്ങളുടെ പഞ്ചായത്തിലെ വീടുകളിൽ അവരുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറി അവർ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നതാണ്. തീർച്ചയായും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഈ കുടിവെള്ളം, ഈ വേനൽ കനത്തതോടുകൂടി തന്നെ കുടിവെള്ളത്തിനുള്ള പദ്ധതികളെല്ലാം തന്നെ ഏത് രീതിയിലാണ് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത്? പൊതുജലാശയ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു പഞ്ചായത്താണോ, അല്ലെങ്കിൽ അത് എത്രത്തോളം താങ്കൾക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞങ്ങള് 2021 അധികാരത്തിൽ വരുമ്പോൾ കേരളത്തില് ഈ കടലും കായലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൽ. 2021
21, 22 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ പഞ്ചായത്തിലെ കുടിവെള്ളം ഏറ്റവും കൂടുതൽ രൂക്ഷമുള്ള മേഖലകളിൽ ട്യൂബലുകൾ തദ്ദേശീയമായി തന്നെ ഞങ്ങൾ ട്യൂബലുകൾ സ്ഥാപിച്ചു. ഞങ്ങളെ സഹായിച്ച ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ. അവരുടെ ഒരു പിന്തുണയോടുകൂടി ഞങ്ങൾ ഇന്ന് ഉണക്ക് സമയം ആരംഭിച്ചിട്ട് പോലും ഞങ്ങളുടെ പല പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ ദൗർലഭ്യം വളരെ വലുതല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വെള്ളമുള്ള ഒരു പ്രദേശം, നല്ല പൈപ്പ് തുറന്നാൽ അപ്പൊ തന്നെ അവർക്ക് വെള്ളം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ള കുടിവെള്ള പദ്ധതി ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി. പല സ്ഥലങ്ങളിലും വെള്ളത്തിന് കളറിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആ കളർ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രഷർ ഫിൽറ്റർ എന്ന രീതിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തീരദേശ മേഖലയായതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ ഒരു പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും നിരവധി വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എന്റെ പഞ്ചായത്ത്. ചിലപ്പോ ഒരു 10 വർഷങ്ങൾക്കപ്പുറം ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ആലപ്പാട് പഞ്ചായത്ത് എന്നേക്കുമായി ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള വളരെ കൂടുതലാണ്. കാരണം ഈ പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖനനം മൂലം, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം ശക്തമായ തിരമാലകൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കടലും കായലും തമ്മിൽ പല സ്ഥലങ്ങളിലും 10-20 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഈ തിരമാലകൾ ശക്തമായി വരുമ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ കടലാക്രമണം മൂലം ഇവിടെ 2004 സുനാമി ഉണ്ടായ ഒരു മേഖല കൂടിയാണ് എന്റെ പഞ്ചായത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടന്ന പഞ്ചായത്ത് കൂടിയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഭയങ്കര രൂക്ഷമായിട്ടാണ് കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഹോട്ട്സ്പോട്ടുകളിൽ ഒരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. 172.5 കോടി രൂപ മുടക്കി ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ട് തീരസംരക്ഷണം എന്ന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നു. പക്ഷേ എന്തുകൊണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ആ ഫയൽ ഇന്നും ഇരിക്കുകയാണ്. ഞങ്ങളുടെ തീരദേശ നിവാസികള് അത്രയേറെ പ്രതീക്ഷയോട് കൂടി കണ്ട ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ടെട്രാപാഡ് ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാനം മോഡൽ നിർമ്മാണം. അത് അടിയന്തരമായി ചെയ്തില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്കപ്പുറം ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഒഴിവായി പോകുന്നതാണ്. തീർച്ചയായും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം എത്തട്ടെ, അതിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. നിലവിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പല രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയുടെ ഉയർത്തുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. ഒപ്പം തന്നെ ഈ നിലവിൽ ഈ ഒരു പഞ്ചായത്ത് ഈ മാലിന്യമുക്തം നവകേരളം എന്നൊരു പ്രധാനപ്പെട്ട ഒരു ആശയത്തിന് പിറകെയാണ് സംസ്ഥാനം ഒന്നാകെ മുന്നേറുന്നത്. അത്തരത്തിൽ ഈ മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ രംഗത്തേക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള സംഭാവനകൾ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളുടെ പഞ്ചായത്തില് വന്ന് നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ പഞ്ചായത്ത് മറ്റു പ്രദേശങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ഇവിടെ MCF, മിനി MCFകൾ എല്ലാ വാർഡിലും ഈ രണ്ട് വീതം മിനി MCFകൾ ഉള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ഇവിടെ വൃത്തിയാക്കുന്നതിനായി ഹരിതകർമ്മസേന 32 ഹരിതകർമ്മസേനയുണ്ട്. യൂസർ ഫ്രീ കളക്ഷനിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്താണ്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനു വേണ്ടിയും അത് സംസ്കരിക്കുന്നതിനു വേണ്ടിയും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. ഈ മാർച്ച് 30-നകം സംസ്ഥാന സർക്കാർ വളരെയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശുചിത്വം എന്ന് പറയുന്ന രീതിയിലേക്ക്, അതിനു മുമ്പേ എത്രയോ നാളുകൾക്ക് മുമ്പേ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് വളരെ മുൻപിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു തീരദേശ മേഖലയിൽ പെടുന്ന ആളുകൾക്കായിട്ടുള്ള ഈ റോഡുകളുടെ എല്ലാം ഗതാഗത സൗകര്യങ്ങളെല്ലാം തന്നെ എത്തരത്തിലാണ് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉള്ള പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ എന്നും അവർക്ക് താല്പര്യമുള്ളത് കൂടുതൽ വികസനം എന്ന് പറയുന്ന എല്ലാ നേട്ടങ്ങളും റോഡുകളും ഓടയും ഒക്കെ നിർമ്മിക്കുന്നതാണ് വികസന നേട്ടങ്ങളായി ജനങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ നേട്ടങ്ങളിലും ഈ പഞ്ചായത്ത് മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. ധാരാളം
നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി ലഭിക്കുന്ന തുകയ്ക്കകത്ത് നിന്നുകൊണ്ടും മറ്റു മേഖലകളിൽ നിന്ന് സമ്പാദിക്കുന്ന തുകകൾ കൊണ്ടും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല നിലയിൽ തന്നെ റോഡുകളും ഓടയും ഒക്കെ നിർമ്മിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണല്ലോ. ഈ അംഗനവാടികൾ ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും ഒരു വാടക കെട്ടിടം പോലും അംഗനവാടികൾ ഇല്ലാത്ത ഒരു പ്രദേശം ആലപ്പാട് പഞ്ചായത്താണ്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് അംഗനവാടി ഉള്ളതും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലാണ്. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അംഗനവാടി തലത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ളതും ആലപ്പാട് പഞ്ചായത്തിലാണ്. ഇവിടെ ഒരു കുട്ടിക്കെങ്കിലും വിദ്യാഭ്യാസത്തില് ഡിഗ്രി ഇല്ലാത്ത ഒരു കുട്ടികൾ പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെ മുന്നോട്ട് ഇനിയും പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആരോഗ്യ രംഗത്തും മികവുറ്റ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയില് കഴിഞ്ഞ 6 വർഷക്കാലമേ തുടർച്ചയായി ആർദ്ര കേരള പുരസ്കാരം, അതുപോലെ തന്നെ കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമായിരുന്നു ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. അന്ന് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ ഈ പറയുന്ന കോവിഡ് വാക്സിൻ എടുത്തു മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ പൂർത്തീകരിച്ച പഞ്ചായത്ത് എന്ന ഖ്യാതി അന്ന് ആലപ്പാടിനായിരുന്നു. അതേപോലെ തന്നെ കോവിഡിന് ക്ലസ്റ്റർ എന്ന ആശയം കൊണ്ടുവന്നതും ആലപ്പാട് പഞ്ചായത്തായിരുന്നു. അങ്ങനെ ക്ലസ്റ്റർ എന്ന ആശയം, അങ്ങനെ നിരവധി ആശയങ്ങൾ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തണൽ എന്ന് പറയുന്ന ഒരു പദ്ധതി നൂതന ആശയമായി സംസ്ഥാന സർക്കാർ പോലും ഇന്ന് വിവിധ മേഖലകളിലേക്ക് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് തണൽ. അതായത് ജനിച്ച ഒരു കുട്ടി മുതൽ 5 വയസ്സ് വരെ വരുന്ന പ്രായമുള്ള കുട്ടികളുടെ ശ്രവണ ശബ്ദ വൈകല്യങ്ങൾ കണ്ടെത്തി മറ്റ് പ്രശ്നങ്ങളും ഒക്കെ കണ്ടെത്തി അവർക്ക് ആ തുടർച്ചയായിട്ടുള്ള ചികിത്സ നൽകി ആ പ്രശ്നം പരിഹരിക്കുക. അതുപോലെ തന്നെ കരുതലോടെ കൗമാരം എന്ന് പറയുന്ന, ഇന്ന് നമുക്കറിയാം പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അവരെ പരിശോധിക്കുകയും കൃത്യമായ മരുന്ന് നൽകുകയും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് ആലപ്പാട് ഗ്രാമപഞ്ചായത്താണ്. തീർച്ചയായും തുടർച്ചയായിട്ടുള്ള 6 വർഷങ്ങളിൽ ഈ ആരോഗ്യ രംഗത്തെ മികവിന് ആർദ്ര കേരളം പുരസ്കാരം അടക്കം തന്നെ ലഭിച്ചു വരുന്നു. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക്, അംഗീകാരങ്ങൾക്കും ബഹുമതികൾക്കും എല്ലാം തന്നെ ഭാഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ കരുതി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ ഒരു അവസാന കാലമാണ്. ഈ കാലത്തില് നമുക്കറിയാം, നമ്മള് ഇപ്പോ കൗമാരക്കാരും കുട്ടികളും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരെ കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അവർക്ക് കൂടിച്ചേരാൻ ഒരു ഇടമില്ല എന്നുള്ളത് കൊണ്ടാണ്. കായിക മേഖലയിൽ കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ആലപ്പാട് പഞ്ചായത്ത്. ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും മറ്റ് കായിക മേഖലകളിലായാലും ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം ഉദ്ദേശിക്കുന്നത് കായിക മേഖലയ്ക്ക് ഊന്നൽ നൽകുക. കുട്ടികളെല്ലാം ലഹരിയിലേക്ക് പോകുന്നത് കളിക്കാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ബഹുമാനപ്പെട്ട MLA 57 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒരു ടർഫ്, അതിനൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും പുതിയതായി ഒരു കളിസ്ഥലം ഒരുക്കുന്ന ഒരു ടർഫ് കൂടി ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കായിക മേഖലയിൽ പുതിയ പുതിയ ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുക, അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന നിരവധി പദ്ധതികൾ കൂടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന പരിമിതികൾ നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ഒരു പിന്തുണ കൂടി ഉണ്ട് എങ്കിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ ആലപ്പാടിന് നടപ്പിലാക്കാൻ കഴിയും. എല്ലാവരുടെയും പിന്തുണയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യം. തീർച്ചയായും ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. നന്ദി ഉല്ലാസ്.